അസ്സലാമു അലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കുന്ന വീഡിയോസൊന്നുമല്ല കേട്ടോ. ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മളെ പെരയിലെടുത്ത കുറച്ച് ജോലികളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ രാവിലെ നമുക്ക് ചായക്ക് കടി ഓട്ടടി നല്ല ചെറുപയറിൻ്റെ കറിയാണ് കേട്ടോ. ഞാൻ 2 നല്ല ഓട്ടടയൊക്കെ എടുത്തിങ്ങനെ നല്ല മുരിഞ്ഞ ഓട്ടടയാണ്. അപ്പോൾ അതും കൂട്ടി നമ്മൾ രാവിലെ ചായ കുടിച്ചാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളെ കടന്ന വിരിപ്പും പുതപ്പും ഒക്കെ ഒന്ന് മടക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കടക്കിയിലൊന്നും ഇപ്പോൾ ആരും കടക്കലില്ല, ഒക്കെ നിലത്താണ് കിടക്കുക കേട്ടോ. ഭയങ്കര ചൂടല്ലേ, ഫാനിൻ്റെ ചുവട്ടിലാണ്ട് കിടക്കലാണ്. അപ്പം ബെഡ്ഷീറ്റ് നമ്മൾ ഒരു ബ്ലാങ്കറ്റൊക്കെ വിരിച്ചിട്ട് കിടക്കുക. അപ്പോൾ മക്കൾ പറയും മെച്ചിയെ പെരും ചൂടല്ലേ നമുക്ക് നിലത്ത് കിടക്കാറ്. അപ്പോൾ ഞങ്ങൾ നിലത്ത് വിരിച്ചിട്ട് ആണ് കിടക്കൽ കേട്ടോ. ആ ഫാനിൻ്റെ നടുക്ക് നോക്കിയിട്ടാണ് കിടക്കും, അതിൻ്റെ കാറ്റ് കിട്ടാവണ തരത്തിൽ കേട്ടോ. അങ്ങനെ നമ്മൾ കിടന്ന ഇതൊക്കെ മടക്കി വെച്ചു. പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞല്ലോ. മക്കളൊക്കെ മദ്രസക്കും പോയി. പിന്നെ ഇനി നമുക്ക് ഓരോ പണികളും ഇങ്ങനെ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളെ ബെഡ്ഷീറ്റും ഒക്കെ വിരിച്ചത് കഴിഞ്ഞു. പിന്നെ നമ്മളവിടെ ഇവിടെയൊക്കെ കഴിച്ചിട്ട് ഇതൊക്കെ ഉണ്ട്, തിരുമ്പാനൊക്കെ ഉള്ളതൊക്കെ നമ്മൾ നുള്ളി പൊറുക്കിയെടുക്കുകയാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കഴിച്ചിട്ട് ഉണ്ടാവും, അതൊക്കെ ഒന്ന് നുള്ളി പൊറുക്കി ഒരു തുണിക്ക് വെച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡബ്ബറിൻ്റെ ഒരു മുട്ടി ഉണ്ടായിനി, അപ്പോൾ അതൊന്ന് കൊത്തി വെക്കുകയാണ് കേട്ടോ. വിറക് പൊളിച്ചാൽ നമുക്ക് അടുപ്പിക്ക് വെക്കാം. അങ്ങനെ വെക്കുമ്പോൾ വലിയ മുട്ടിയാണ്, അപ്പോൾ പിന്നെ ഒന്ന് കൊത്തി നോക്കിയതാണ്. അപ്പം പെട്ടെന്ന് പൊളിഞ്ഞു പോരുന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡബ്ബറായതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാവും കൊത്താൻ, വേഗം പൊളിഞ്ഞു പോരും ചെയ്യും. അപ്പോൾ കുറേയൊക്കെ വറകുമ്പോൾ തട്ടണുണ്ട്, കുറേയൊക്കെ നിലത്തും തട്ടണുണ്ട് എന്നല്ലേ. ഏതായാലും നമ്മൾ കൊത്തിക്കാണ്ട് വിറകൊക്കെ ഒന്ന് പൊളിച്ചെടുത്തുക്കണ്. ഒരു വട്ടം നമ്മളെ വിറകൊന്ന് പൊളിഞ്ഞ് കിട്ടിയാൽ പിന്നെ വിറക് കൊത്താൻ ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് വിറക് കൊത്തീനി. അപ്പോൾ അത് വിറക് കൊത്തിയപ്പം വിറകൊക്കെ പൊളിഞ്ഞ് പോന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ കൊത്താൻ. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു മുട്ടി കണ്ടപ്പോൾ ഒന്ന് കൊത്തി നോക്കിയത്. ഇതല്ലെങ്കിൽ അങ്ങനെ മൂലക്കെട്ടാൽ ഇനി അങ്ങനെ ചെതലൊടിച്ച് ഇതായിക്കാണ്ട് പൂതലായി പോകും. അപ്പം ഞാൻ പൂതലായി പോണേക്കാട്ടും നല്ലതല്ലേ കൊത്തിയെടുക്കണേ എഴുതിക്കാണ്ട് ഒന്ന് കൊത്തിയെടുത്താണ്. നമ്മളെ കോടാലിക്ക് കുറച്ച് മൂർച്ചം കമ്മിയാണ് കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാകണ് നമ്മൾ ഒരു മുട്ടി ഉണ്ടായത് പൊളിച്ചു. ഇനി നമുക്കതെടുത്തിട്ട് നമ്മളെ വീതൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെക്കട്ടോ. അപ്പം ഞാൻ അടുപ്പിൽ ഒരൊറ്റ കൊള്ളി 2 ചകിരിയും വെച്ചെടുത്താൽ മതി. ചോറായാലും കൂട്ടാനൊക്കെ ആയാലും ഒക്കെ വെന്തിട്ടിക്കോളും. അപ്പോൾ പറ്റ കുഞ്ഞാക്കിയിട്ടുമില്ല കേട്ടോ ഞാൻ. പിന്നെ വിറകൊക്കെ കൊത്തി വന്നാലേ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് മോറിയെടുക്കുകയാണ്. ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പാത്രങ്ങളുണ്ടാവും രാവിലെ മോറാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് മോറിയെടുക്കുക. പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാം. അപ്പോൾ ഇതാക്കണ് പാത്രങ്ങളൊക്കെ മോറി നമ്മളിങ്ങനെ കവുത്തുമ്പം ആ പൈപ്പ് അങ്ങനെ തുറന്നിടണ്ട കേട്ടോ. നമ്മൾ പാത്രം കവുത്താൻ പോകുമ്പോൾ നമ്മളെ പൈപ്പ് ഒന്ന് കൂട്ടിയിടണം. കാരണം ഭയങ്കര വേനലായതുകൊണ്ട് വെള്ളമൊക്കെ ഒരുപാട് സ്ഥലത്ത് വറ്റിയും ചെയ്തേക്കണ്. പിന്നെ നമുക്കൊക്കെ
വെള്ളം കിട്ടണതിന് അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ വെള്ളം പായാക്കണ്ട. പാത്രമൊക്കെ ഇങ്ങനെ മോറുമ്പോൾ നമ്മൾ പൂട്ടുക, പിന്നെയും കഴുകുമ്പോൾ തുറക്കുക, അങ്ങനെ ആക്കി കൊടുക്കുക. വെള്ളം നമ്മൾ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗിക്കുക. വെള്ളമില്ലാതെ ആകുമ്പോഴാണ് നമുക്ക് വെള്ളത്തിൻ്റെ ക്ഷാമം അറിയുള്ളൂ. അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ മോറിക്കഴിഞ്ഞു. നമ്മളെ കാളിപ്പൂച്ചയാണ് ഇരിക്കണത് കേട്ടോ. നമ്മളെ തങ്കപ്പൂച്ചനെ ഇപ്പോൾ കാണാനില്ല, എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വരും, അതിൻ്റെ അടിയിൽ പോവുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം അയക്കണ് വന്നിട്ട്. ഇപ്പോൾ കാളിപ്പൂച്ച ഇപ്പോൾ നമ്മളവിടെ നല്ല സജീവമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുറ്റടിച്ചു വരികയാണ്. അപ്പോൾ നിങ്ങളൊക്കെ കരുതുണ്ടാവും മിക്ക വീഡിയോയിലും ഞാൻ ഈ മുറ്റം തന്നെയാണ് അടിച്ചു വരുന്നത് കാണിച്ചത്. പിന്നെ മുന്നിലൊന്നും നമുക്ക് മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ചമ്മലൊന്നും ഉണ്ടാവില്ല അടിച്ചു വരാൻ. ഇവിടെ പിന്നെ ഒരു പ്ലാശം ഫ്രൂട്ടിൻ്റെ ഒരു വള്ളിയുണ്ട്, അതിന്മേന്ന് ചാടുന്നതാണ് ഈ ചമ്മൽ കേട്ടോ. അപ്പോൾ ചമ്മലില്ലോടത്തല്ലേ നമ്മൾ വീഡിയോ എടുക്കേണ്ടത്, ഇല്ലാത്തടത്ത് വീഡിയോ എടുത്തിട്ട് എന്താ കാര്യം. അപ്പോൾ അത് എഴുതിയിട്ടാണ് ഞാൻ ഈ ഭാഗം തന്നെ അടിച്ചു വരുന്നത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇത് വാരിയിട്ട് ഞാൻ വാരിയിടൊന്നുമില്ല, അതവിടെ ആ കറുത്തമരത്തിൻ്റെ ചോട്ടിലാണ് കൂട്ടിയേക്കൂട്ടോ. എന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒക്കെ പാടെടുത്തിട്ടാണ് കത്തിച്ചലാണ്. പിന്നെ മുറ്റടിച്ചു വരി മുന്നത്തെ മുറ്റടിച്ചു വരാൻ വരുമ്പോഴാണ് നമ്മൾ ഈ ചെടി ഒക്കെ നനക്കട്ടോ. രാവിലെയും വൈകുന്നേരമൊക്കെ നനച്ചാലും പറ്റങ്ങോട്ട് ഉണങ്ങിക്കൊണ്ടാണ്. ഇതൊരു വെള്ളരിക്കൻ്റെ വള്ളിയാണ് കേട്ടോ. 2-3 എണ്ണം ഉണ്ട്. പടുവ മുളച്ചതാണ്, നമ്മൾ കുഴിച്ചിട്ടൊന്നല്ല, പടുവ മുളച്ചുണ്ടായതാണ് കേട്ടോ. പൂവ് ഇട്ടിക്കണെന്ന് വെച്ചെങ്കിൽ കായൊന്നും ഉണ്ടായിട്ടില്ല. പൂവൊക്കെ ചിലത് കരിഞ്ഞുകൊണ്ട് വെയിലുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ നമ്മൾ ഈ കരിയേപ്പിൻ്റെ ഇലയും നമ്മളെ ചെടികളൊക്കെ നനച്ചു കൊടുക്കുകയാണ്. ഒരുപാട് പൂവ് വിരിഞ്ഞിന് ചെടികളാണ് ഇതൊക്കെ. ഒക്കെ കരിഞ്ഞു പോയിട്ടോ, ഇലയൊക്കെ പോയി ഒക്കെ കരിഞ്ഞു. ഞാഴ്ചകളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം, ചിലതൊക്കെ പറ്റുണങ്ങി പോയിട്ടോ. പിന്നെ മുന്നിട്ട് വീഡിയോയിലൊക്കെ കണ്ട കുഞ്ച ചെടികളും നിറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞിനത്. അപ്പം അതൊക്കെ കരിഞ്ഞു പോയപ്പം വല്ലാത്തൊരു സങ്കടമായിട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ അങ്ങനെ നനച്ചു കൊടുക്കുകയാണ്. രണ്ട് നേരം ഞാൻ നനച്ചു കൊടുക്കും കേട്ടോ, കുറച്ചീച്ചയാണെങ്കിലും. പിന്നെ അങ്ങനെ ഞാൻ നമ്മളെ ചെടിയും ഇതൊക്കെ നനച്ച് വന്നിട്ട് പിന്നെ ഞാൻ അടിച്ചു വരികയാണ്. അപ്പോൾ മക്കളിപ്പോൾ മദ്രസ വിട്ട് വരും, അപ്പോഴത്തിന് തുടക്കൽ പിന്നെ ഓല് വന്നിട്ടേ തുടക്കുള്ളൂ ഞാൻ. പിന്നെ അടിച്ചു വരി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് തിരുമ്പാണ്ട്, അത് തിരുമ്പുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടാകുമ്പോൾ ഞാൻ മെഷീനിലിടും. അപ്പോൾ ഇന്ന് കുറച്ചുള്ളൂ. അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കുറച്ച് തിരുമ്പാൻ. സ്കൂളുണ്ടെങ്കിൽ ഒരുപാട് തിരുമ്പാണ്ടാവും. 3-4 കൂട്ടം ഓല് വന്നിട്ട് ഇട്ടതും അല്ലാത്തതും ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ യൂണിഫോം അങ്ങനെ ഒരുപാട് തിരുമ്പാണ്ടാവും. അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചേ തിരുമ്പാനുള്ളൂ. അതുകൊണ്ട് ഞാൻ കല്ലുമ്മ തന്നെയാണ് തിരുമ്പണത്. ഒരുപാടുണ്ടെങ്കിൽ ഞാൻ മെഷീനിലിടും കേട്ടോ. കുറച്ചുണ്ടായാൽ തിരുമ്പാൻ നമുക്ക് മുതലാവില്ലല്ലോ, മെഷീനിൽ കറക്കണമെങ്കിൽ മുതലാണ്ടേ. അത് എഴുതിയിട്ട് ഞാൻ കുറച്ചുണ്ടാകുമ്പോൾ കല്ലുമ്മലും തിരുമ്പും, കുറേ ഉണ്ടാകുമ്പോൾ ഞാൻ മെഷീനിലും ഇടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷർട്ടുകളൊക്കെ ആണെങ്കിലും കല്ലുമ്മ തിരുമ്പണമാണ് കേട്ടോ. കല്ലുമ്മ തിരുമ്പണമാണ് നല്ലത്. ആ കോളർമലൊക്കെ നല്ല ചളി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കല്ലുമ്മ ഇട്ട് വരച്ചാലും ബ്രഷ് ഇട്ടൊക്കെ വരക്കുമ്പോഴാണ് അത് ചളിയായി പോയി കിട്ടുള്ളൂ. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഒലുമ്പുകയാണ് കേട്ടോ. അപ്പോൾ ഒലുമ്പി വേറെ ബക്കറ്റിക്കൊന്നല്ല, ഞാൻ ആ കല്ലുമ്മൽ വെക്കുകയാണ്. പിന്നെ ഞാനൊക്കെ ഒലുമ്പിയിട്ട് പിന്നെ ഞാൻ ആ ബക്കറ്റിലിട്ട് കൊണ്ടുപോയാണ്ടാണ് തോരയിടലാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ആ പൈപ്പും അങ്ങനെ തൂക്കിയിടലാണ്. അങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ മറക്കും കേട്ടോ തോരയിടാൻ. അപ്പോൾ ഇന്ന് തിരുമ്പിക്കാണ്ട് അങ്ങനെ തന്നെയാണ് കൊണ്ടുപോയി തോരയിടാണ്. അല്ലെങ്കിൽ പിന്നെ വെയിലും കേട്ടാവുമ്പോഴേ പിന്നെ ഞാൻ ഓർമ്മ ഉണ്ടാവുള്ളൂ തിരുമ്പിയത് തോരയിട്ടിട്ടില്ലല്ലോ. അപ്പോഴത്തേന് നമ്മൾ രാവിലെ തിരുമ്പലൊക്കെ രാവിലെ കഴിഞ്ഞേക്കും, തോരയിടൽ ഉച്ചയാവും കേട്ടോ. 2 മണിയൊക്കെ ആവും. ഇതിങ്ങനെ മറന്നിട്ടാണ് കേട്ടോ പിന്നെ ഇക്കാരം ഓർമ്മ. അപ്പോൾ തിരുമ്പിക്കാണ്ട് തന്നെയാണ് കൊണ്ടുപോയിട്ടാൽ പിന്നെ മറക്കൂല. നമ്മൾ തിരുമ്പി ഉണങ്ങേണ്ട നേരമായേക്കും. അപ്പോൾ ഇതിലാണ് നമ്മൾ തിരുമ്പി തോരയിടുക. മറവിയാണ്, പറഞ്ഞിട്ട് കാര്യമല്ല. പിന്നെ അങ്ങനെ ഒക്കെ ഞാൻ തോരയിടുകയാണ് കേട്ടോ നമ്മളെ ഡ്രസ്സുകളൊക്കെ. അങ്ങനെ നമ്മൾ തോരയിടലൊക്കെ കഴിഞ്ഞു.
പിന്നെ ഞാൻ നമ്മളെ ബാത്റൂമൊക്കെ ഉണ്ട്, നമുക്ക് 2 ബാത്റൂമാണ് ഇട്ടുള്ളത്. ആ 2 ബാത്റൂമുകളും ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നും ബാത്റൂം വരക്കുക പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും ഉണ്ടാവും ചളി കേട്ടോ. നമ്മൾ ചെറിയ മക്കളുള്ളിടത്താണ് ഈ പ്രത്യേകിച്ചും ഒരു കാലം നമുക്ക് കഴുകാതെയും അങ്ങനെ ഇങ്ങനെയൊക്കെ മണ്ടി എന്ന് ചവിട്ടി കയറി ഇതൊക്കെ ആയിക്കൊണ്ട് ഈ കാലം ഇത്ര മോറിയിട്ടും കാര്യമില്ല. അങ്ങനെ നമ്മൾ ബാത്റൂമൊക്കെ രണ്ടും മോറിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ബാത്റൂമും ബക്കറ്റും ഒക്കെ മോറിയെടുത്തു കേട്ടോ. അങ്ങനെ ഒരു ബാത്റൂം മോറൽ കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റേ ബാത്റൂമിൽ കൂടി ഒന്ന് മോറിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ കൊത്തില്ല ടൈൽസായി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട് ചളി പിടിച്ച് കഴിഞ്ഞാൽ എത്ര കണ്ട് മോറിയാലും ഉണ്ട് ചളി ഇങ്ങോട്ട് പിടിച്ച് കാണ്ട് നിൽക്കും. നല്ലോണം ഉണ്ട് വരച്ച് ഇതാക്കിയെങ്കിലേ ഉണ്ട് വൃത്തിയായി കിട്ടുള്ളൂ. ഈ ബാത്റൂമൊക്കെ വരക്കാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ഒരുപാട് നേരമാകുക. ആ കൊത്തില്ല സ്ഥലത്തൊക്കെ ചളി ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് പറയുമ്പോൾ നമ്മളെന്നും മോറലുണ്ടാവും ബാത്റൂമൊക്കെ, എന്നാലും ചളി ഇക്കാരം. അങ്ങനെ നമ്മൾ ആ ബാത്റൂമും കഴുകി ഇനി നമുക്ക് നമ്മളെ കഞ്ചൊക്കെ ഒന്ന് സോപ്പിട്ട് ചെയ്യുക കേട്ടോ. ബാത്റൂമൊക്കെ വരച്ചതല്ലേ. അങ്ങനെ ബാത്റൂമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കഞ്ചൊക്കെ കഴുകി നമുക്ക് ഇനി തുടക്കാൻ പോകാം കേട്ടോ. അപ്പോൾ മക്കളൊക്കെ മദ്രസ വിട്ട് നിൽക്കണേ, അല്ലെങ്കിൽ പിന്നെ ഞാൻ സ്കൂളില്ലെന്നാണ് സ്കൂൾക്ക് പോയിട്ടേ ഞാൻ തുടക്കലുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ചവിട്ടിക്കൊണ്ട് നിൽക്കും. ഇതിപ്പോൾ ചായയാണ് കൊടുത്തുകൊണ്ട് അവിടെ കൊണ്ട് ഇരുന്നോളി അറിയും. എന്നിട്ട് പിന്നെ ചായ കുടിച്ച് കഴിച്ചുമ്പോഴത്തേന് നമ്മളെ ഇത് ഉണങ്ങി കിട്ടിക്കോളും. അപ്പോൾ ഈ തുടപ്പ് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ മറ്റേ തുടപ്പിലേറെ സുഖമാണ് കേട്ടോ അതിനോട് തുടക്കാൻ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ ചോറ്റിന് തണിയും തീമട്ടീനി ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിക്കണേ. അപ്പോൾ പിന്നെ ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ അരി അവിടെ കടന്ന് വേകട്ടെ. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മളെ കൂട്ടാനൊക്കെ ഉണ്ടാക്കാമല്ലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് കൂട്ടാൻ കുറച്ച് മമ്പയറുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉപ്പേരിയും വെക്കാം. മമ്പയർ ഇട്ടിട്ട് കുറേ കഴിഞ്ഞിട്ടോ. അപ്പോൾ മമ്പയർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ മുതിര ഉണ്ട്. ഈ ചൂടത്ത് മുതിര കൂട്ടിയാൽ ഭയങ്കര ചൂടാണ്, എന്നാലും ഇച്ച് ഭയങ്കര ഇഷ്ടമാണ് മുതിരക്കറി. പിന്നെ ഒന്നും ചാറൊക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ മുതിര വെച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചോറായി, മുതിരക്കറിയായി, നമ്മളെ മമ്പയർ ഉപ്പേരിയായി, പിന്നെ നമ്മളെ ഉണക്കൽ പൊരിച്ചതാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കൂട്ടാനും ചാറും ഒന്നും ഉണ്ടാക്കണ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇന്ന് അങ്ങനത്തെ കുറച്ച് വീഡിയോകളുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. പിന്നെ നമ്മൾ അടുപ്പും വീതിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയതാണിത്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.